നമുക്കറിയാം ഒട്ടുമിക്ക ആളുകളും ബിസിനസ് ചെയ്യുന്ന സമയത്ത് MSME രജിസ്ട്രേഷൻ എടുക്കാറുണ്ട്. നിങ്ങൾ ഒരു MSME രജിസ്ട്രേഷൻ എടുത്ത മാനുഫാക്ചറർ ഓർ സർവീസ് പ്രൊവൈഡറുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേയ്മെന്റ് വിത്തിൻ 15 ഡേയ്സിന്റെ ഉള്ളിൽ നിങ്ങൾ പേയ്മെന്റ് ക്ലിയർ ചെയ്യണമെന്നാണ്. അതല്ല എങ്കിൽ റിട്ടേൺ അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ 45 ദിവസത്തിന്റെ ഉള്ളിൽ അവരെ പേയ്മെന്റ് ക്ലിയർ ചെയ്യണം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അതിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ, അതായത് ഈ ഒരു 2025-26 സാമ്പത്തിക വർഷത്തിലുള്ള ഒരു ഇടപാടിന് ആ ഒരു വർഷം തന്നെ നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേയ്മെന്റ് കൊടുത്ത എക്സ്പെൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ പ്രോഫിറ്റിൽ നിന്ന് ആ ഒരു എക്സ്പെൻസ് നിങ്ങൾക്ക് കുറക്കാൻ പറ്റില്ല. അതായത് 2025-26 സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾ ഒരു MSME രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല ആരെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും സർവീസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേയ്മെന്റ് നിങ്ങൾ ആ ഒരു സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾ കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ ഒരു സാമ്പത്തിക വർഷത്തെ എക്സ്പെൻസ് ആക്കി അത് കാണിക്കാൻ പറ്റില്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഒരു 10 ലക്ഷത്തിന് നിങ്ങൾക്ക് സെയിൽ ഉണ്ട്, നിങ്ങൾ ഒരു 3 ലക്ഷത്തിന്റെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഒരു MSME രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾ കയ്യിൽ നിന്നാണ്. നിങ്ങൾ പേയ്മെന്റ് കൊടുക്കുന്നത് ഈ ഒരു മാർച്ചിൽ കൊടുക്കുന്നതിന് പകരം ഏപ്രിലോ മെയിലോ ഒക്കെ ആയിട്ടാണ്, അതായത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പെൻസ് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു എക്സ്പെൻസ് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളെ പ്രോഫിറ്റ് കൂടും, അത്രയും നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ബി കെയർഫുൾ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, MSMEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബിസിനസ്സുകളുമായി ഇടപാടുണ്ടോ എന്നുള്ളത് ഈ ഒരു മാർച്ചിനുള്ളിൽ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുക, കൃത്യമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുക. ഇത്തരം ടാക്സ് പരമായുള്ള അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി ഇപ്പം തന്നെ ഈ താഴെ കൊടുത്തുള്ള അക്കൗണ്ട് ഫോളോ ചെയ്യുക.